ശർമാജി, നമുക്ക് കത്ത് വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീജിത്താണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രോഗ്രാമുകൾ സ്ഥിരമായി കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കുറച്ച് നാൾ വിദേശത്തായിരുന്നു, ഇപ്പോൾ നാട്ടിൽ ജോലിയുണ്ട്, പക്ഷെ ഒരു അംഗീകാരവും ലഭിക്കുന്നില്ല, ജീവിതത്തിലൊരു തൃപ്തിയും ലഭിക്കുന്നില്ല. വിദേശത്തും ശ്രമിച്ചു, അവിടെയും ധാരാളം പണം നഷ്ടപ്പെട്ടു. എനിക്ക് ഒരു സ്ഥിരമായിട്ടുള്ളൊരു നല്ല ജോലി ഇന്ത്യയിലോ വിദേശത്തോ ലഭിക്കാൻ എന്താണ് ഒരു തടസ്സം? ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ലഗ്നാഷ്ടമത്തിൽ രാഹുവും അതിൻ്റെ സപ്തമസ്ഥാനത്ത് ശിരസറ്റ ഗ്രഹമായ കേതു എന്ന അഗ്നിഗ്രഹവും, അതായത് രാഹു കേതുക്കൾക്കുള്ളിലായി സമസ്ത ഗ്രഹങ്ങളും നിൽക്കുക വളരെ അപൂർവമായി കാണുന്ന കാക്കോടക കാളസർപ്പം എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ തന്നെ പലതരം കാളസർപ്പങ്ങളുണ്ട്. കാക്കോടക കാളസർപ്പം, ശംഖപാല കാളസർപ്പം, ഇന്ദ്രജൂഢ കാളസർപ്പം, ലഗ്നാഷ്ടമ കാളസർപ്പം, വിവാഹ കാളസർപ്പം, പന്നക കാളസർപ്പം, ശേഷനാഗ കാളസർപ്പം തുടങ്ങി വരുന്ന ഓരോ കത്തുകൾ നോക്കി അതാത് കാളസർപ്പത്തെക്കുറിച്ച് അതിൻ്റെ നിൽപ്പ് കണക്കാക്കി നമുക്ക് വിസ്തരിക്കാം. പക്ഷേ അതിനൊക്കെ ഒത്തിരി സമയങ്ങൾ എടുക്കുന്നതാണ്. ഇപ്പോൾ കൂടുതലായും കണ്ടുവരുന്ന ഒരു വിശേഷമാണ്, ഇപ്പോൾ ഉണ്ടാവുന്ന ആളുകളിൽ പലർക്കും ഈ കാളസർപ്പത്തിൻ്റെ അതിപ്രസരം ഉണ്ടാവും. അതിൻ്റെ കൂടെ യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നീ അതിവിദൂരതയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും കൂടെ ഈ കാളസർപ്പത്തിൻ്റെ കൂടെ വരുന്നതിനാൽ അതിഭയങ്കരമായ വിഷയങ്ങൾ, കൂടുതലും ദോഷങ്ങളാണ് അതിൽ നിന്ന് വരുന്നത്. എന്നാൽ അപൂർവമായി അത്യധികം ഗുണങ്ങൾ ലഭിക്കുന്ന കാളസർപ്പവും ഉണ്ട്. അതിൻ്റെ കൂടെ ഇന്ദ്രൻ, വരുണൻ, രുദ്രൻ മുതലായ വിദൂരതയിൽ നിന്ന് ഉള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും കൂടെ വരുമ്പോൾ കൂടുതലും ബോംബിങ്, ബോംബൊക്കെ ഉണ്ടാക്കുക, കെമിക്കൽ ഉണ്ടാക്കുക, ആഴക്കടൽ, അതുപോലെ തന്നെ കൂടിയ എണ്ണകൾ കണ്ടെത്തുക, അതുപോലെ തന്നെ കൂടിയ മെഡിസിൻസ് കണ്ടെത്തുക, പ്രതിരോധ ശക്തിക്കുള്ളത് കണ്ടെത്തുക, കൂടുതൽ യുദ്ധ സംബന്ധമായിട്ടുള്ള ആയുധങ്ങൾ കണ്ടുപിടിക്കുക, മിസൈൽ, അതുപോലെ തന്നെ രാസപ്രവർത്തനങ്ങൾ, രാസായുധങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രവർത്തനങ്ങളും ബുദ്ധിയും അതുമായി ബന്ധപ്പെട്ട് ധനവും കോടാനുകോടികളൊക്കെ മാസം വരുമാനം ഉണ്ടാകുക, ദിവസം ഉണ്ടാകുക, അതിൽ നിന്നുള്ള വരുമാനവും അതുപോലെ വർദ്ധിക്കും. അത്തരം ഗുണകരമായ കാളസർപ്പങ്ങളുണ്ട്. ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ 100 കോടി രൂപ കിട്ടുക, ഒരു മണിക്കൂർ അഭിനയിച്ച് കഴിഞ്ഞാൽ 1000 കോടി രൂപ കിട്ടുക, അങ്ങനെയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അസുലഭപരമായിട്ടാണ്. അവർക്കൊക്കെ അനുഗ്രഹീതമായ കാളസർപ്പങ്ങളാണ്. അതുപോലെ അവരുടെ ചെലവുകളും അതുപോലെ തന്നെയാണ്. രാവിലെ അമേരിക്കയിൽ കാപ്പുടിച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചൈനയിലായിരിക്കും, വൈകുന്നേരം സിലോണിലായിരിക്കും. അതുപോലെ തന്നെ അവർക്കൊരു അസുഖം വന്ന ഒരു ഇഞ്ചക്ഷന് 100 കോടിയായിരിക്കും. ഇതുപോലെ ചിലവും വരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഈ കാളസർപ്പത്തിൻ്റെ അതിപ്രസരം ഈ നൂറ്റാണ്ടിൽ കൂടി വരുന്നു. അതായത് അഭ്യസ്ത വിദ്യരിൽ വലിയ മേഖലകളിൽ വിവിധ മാർഗങ്ങളിൽ ഭാഗ്യം തെളിച്ചവർക്ക്, അതുപോലെ തന്നെ എല്ലാവിധ ഭാഗ്യങ്ങളുമുണ്ട്, വിവാഹം നടക്കുന്നില്ല, എല്ലാവിധ ഭാഗ്യങ്ങളുണ്ട്, ആയുസ്സില്ല, എല്ലാവിധ ഭാഗ്യങ്ങളുണ്ട്, നല്ല രൂപങ്ങൾ ഇല്ല, അതുപോലെ തന്നെ ഒരു ഭവനമില്ല, എന്തെല്ലാം ഉണ്ടെങ്കിലും എടുത്തു പറയത്തക്ക ആഹാര, നിഹാര, നിദ്ര, മത്സനാദികൾക്ക് തടസ്സം അല്ലെങ്കിൽ നിർഭാഗ്യം വരുന്ന യോഗങ്ങൾ, പണം ധാരാളം കുമിഞ്ഞുകൂടുക, അനുഭവയോഗ്യമില്ലാതാകുക, ഇതൊക്കെയുള്ള വിവിധങ്ങളായ 10-18 തരത്തിൽപ്പെട്ട കാളസർപ്പങ്ങൾ, അതിൽ 8 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഓരോ എപ്പിസോഡുകളിൽ സമയം കിട്ടുമ്പോഴൊക്കെ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് എന്തിൻ്റെയും ഒരു അതിപ്രസരം ഈ കാളസർപ്പക്കാർക്കുണ്ടാവും. സാധാരണയിൽ നിന്ന് അസാമാന്യ വ്യക്തികളുമായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് അസ്ഥിരതയും അസമാധാനവും അലച്ചിലും കഷ്ടപ്പാടും അർഹതയും അംഗീകാരവും ലഭ്യമാവാത്ത വിശേഷ ലക്ഷണം. മതിയല്ലോ, ഇതൊന്നും ഉണ്ടെങ്കിലും ആരും അംഗീകരിക്കാതെ വന്നാൽ ആ വ്യക്തിയുടെ ജീവിതം എന്താണ്? ഇത്തരം ഒരു കാളസർപ്പമാണ് ധനസ്ഥാനത്ത് ഖേദവും അവയ്ക്കുള്ളിൽ സപ്തഗ്രഹങ്ങളും നിൽക്കുന്ന കാക്കോടക കാളസർപ്പമാണ് നിൽക്കുന്നത്. ഈ കാക്കോടകൻ എന്ന് പറയുന്ന സർപ്പത്തിൽ ഏറ്റവും ഉഗ്രപ്രതാപിയാണ്. തക്ഷകൻ, കാക്കോടകൻ, ശംഖപാലൻ മുതലായിട്ടുള്ളത്. ഇവർക്കൊക്കെ ചിലർക്ക് ദേഹത്ത് ഏതെങ്കിലും തരത്തിലുള്ള കുഷ്ഠം പോലെയുള്ള രോഗങ്ങൾ വരാം.
ചിലർക്ക് പാണ്ഡുരോഗങ്ങൾ വരാം, ചിലർക്ക് രക്തത്തിൽ എന്തെങ്കിലും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഒക്കെ പെട്ടെന്ന് വന്ന് ആളിനെ ഇല്ലാതാക്കി കളയാം. സെക്കൻഡ് നേരം കൊണ്ട് അണുക്കൾ ബാധിച്ചു. അതുപോലെ തന്നെ ഈ നൂറ്റാണ്ടിൻ്റെ പ്രത്യേകതപരമായ മാരക രോഗങ്ങൾ അടിമപ്പെടുക, സെക്കൻഡ് നേരം കൊണ്ട് രോഗം കണ്ടുപിടിക്കുമ്പോഴത്തേനും ആളിനെ കൊണ്ടുപോയി. അതുപോലെ തന്നെ സെക്കൻഡ് നേരം കൊണ്ടുള്ള ബുദ്ധിയും യുക്തിയും സൗന്ദര്യവും കാണിച്ച് അഭിനയമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉൽപ്പന്നങ്ങളോ ഒക്കെ ഉണ്ടായി പെട്ടെന്ന് വിൽപ്പനയായി ധനം ഒരു 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 ദേശം മുഴുവൻ വാങ്ങാനുള്ള സ്വത്തുക്കൾ, അതുപോലെ ഒരു ദ്വീപ് മുഴുവൻ വാങ്ങാനുള്ള സ്വത്തുക്കൾ, അതുപോലെ തന്നെ കോടാനുകോടികളുടെ സ്വത്തുക്കൾ, ഇതൊക്കെ ഉണ്ടാക്കാനുള്ള യോഗങ്ങളും ഈ കാലസർപ്പത്തിലുണ്ട്. എന്തായിരുന്നാലും അസ്ഥിരതയും അംഗീകാരം ഒന്നിലും ഉറച്ചു നിൽക്കാതെ അസ്ഥിരതയാകുക, അർഹിക്കുന്നതും അംഗീകാരത്തിനും കഴിവും യോഗ്യതയും ഫലിക്കാതെ വരിക, ഇതാണ് കാർക്കോടക കാലസർപ്പം. സർപ്പബലി ഒരു മണ്ഡലക്കാലം പേരും നക്ഷത്രവും ചേർത്ത് ചെയ്യുകയും ഗോമേതകരത്നം ഒരു 8 ക്യാരറ്റ് സ്ഥിരമായി ധരിക്കുകയും രാഹുകാല സമയത്തെങ്കിൽ രാഹു പൂജാതി കർമ്മങ്ങൾ ഇടപെട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 50% വരെ ഈ വക കാര്യങ്ങൾക്ക് ദോഷം മാറിക്കിട്ടും. നന്ദി ശർമ്മജി.